നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2018 ഉണ്ടായ വെള്ളപ്പൊക്കം നമുക്ക് മലയാളികൾക്ക് മറക്കാനാകില്ല. വലിയ മുറിവാണ് നമുക്കത് സമ്മാനിച്ചത്. ആ മുറിവുകൾ ഇപ്പോഴും പലയിടത്തും ഉണങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ റാന്നി, കോന്നി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആ 2018 ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. എന്തായാലും നിലവിൽ ചില ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റിപ്പോർട്ട് വേമ്പനാട്ടുകായലിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ്. കിഴക്കൻ മേഖലയിൽ നിന്ന് എത്തുന്ന വെള്ളം എല്ലാം സംഭരിച്ച് കടലിലേക്ക് വിടുന്ന വേമ്പനാട്ട് കായൽ ചതിച്ചാൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ 2018 ഇത് സമാനമായ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത്. കായലിന്റെ ആഴവും വിസ്തൃതിയും കുറഞ്ഞതും മറ്റു കാരണങ്ങളും കാരണം വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കായലിൽ എക്കലടിയുകയും വീണ്ടും ആഴം കുറയുകയും ചെയ്തു. 5 വർഷം കൊണ്ട് കായലിന്റെ അടിത്തട്ടിൽ അടിയേണ്ട എക്കൽ ഒരു തവണത്തെ ആ വെള്ളപ്പൊക്കം കൊണ്ട് ഉണ്ടായതെന്നാണ് നിഗമനം. 8 വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും എക്കൽ അടിഞ്ഞ് കായലിന്റെ ആഴം കുറയുന്ന സാഹചര്യമുണ്ടായി. ഒരാഴ്ച മുൻപ് വരെ കായലിന്റെ അടിത്തട്ടിലെ ചെടികൾ വളർന്ന് വെള്ളത്തിന് മീതെ നിൽക്കുന്നത് കാണാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം എത്തുന്നത്. കായലിന്റെ വിസ്തൃതി 365 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 175 ചതുരശ്ര കിലോമീറ്റർ മാത്രമായി ഇത് മാറി. ഓരോ വർഷവും 20 മില്ലിമീറ്റർ വീതം കായലിന്റെ അടിത്തട്ട് ഉയരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മീനച്ചിലാറും കൈവഴികളും കായലിൽ പതിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വർഷങ്ങളായി എക്കൽ അടിഞ്ഞുകിടക്കുന്ന സാഹചര്യം. വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് ഇത് നീക്കിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഇത് നീക്കാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. മഹാപ്രളയത്തിന്റെ 8 വർഷം പൂർത്തിയാകാൻ ഇനി വെറും 15 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ഉണ്ടായതും. എന്തിനും നമ്മൾ 2018 ആ വെള്ളപ്പൊക്കം ഓർത്തു പോകുന്ന തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അടക്കമുണ്ടായത്. ആശങ്കയിലാണ് പലരുമായിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാരികളും റാന്നിയിലെ ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച ഈ വെള്ളപ്പൊക്കം. 2018 ഓഗസ്റ്റ് 15 വെള്ളപ്പൊക്കത്തിൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായി. പല കടകളിലും ഓണക്കാലത്തേക്കുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത്തവണയും വെള്ളപ്പൊക്കം വന്നത്. ഇട്ടിയപ്പാറയിലേത് ഉൾപ്പെടെ ഒട്ടേറെ കടകൾ വെള്ളത്തിൽ മുങ്ങി ലക്ഷങ്ങൾ നഷ്ടമുണ്ടായി. തുണിത്തരങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവയെല്ലാം വൻതോതിൽ നഷ്ടപ്പെട്ടു. ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഓടിയെത്തിയപ്പോഴേക്കും കടകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇവർ ഉൾപ്പെടെ റാന്നിയിലേക്ക് വന്നവർ പെരുമ്പുഴ ജംഗ്ഷൻ, ചെത്തോങ്കര ഭാഗങ്ങളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നു. വെള്ളം പൊങ്ങുന്നത് കണ്ടിട്ടും പ്രിന്റിംഗ് കടകൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയ്ക്ക് വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ എടുത്തു മാറ്റാനാകാതെ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെയും കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. 2018 വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്ന് അന്ന് ആരോപണം ഉയർന്നതാണ്. ആ ആരോപണം ഇപ്പോഴും നിലച്ചിട്ടില്ല. ഒരു വശത്ത് ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഉയർന്നെങ്കിലും വെള്ളപ്പൊക്കത്തിൽ നാശം നേരിട്ട വ്യാപാരികൾക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണവും ഒരു വശത്ത് ശക്തമാണ്. അത്തരത്തിൽ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പൊടുന്നനെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായത്. റാന്നി വലിയ രീതിയിൽ ഒരു വലിയ തകർച്ച നേരിട്ടിരിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളത്തിലായി. റാന്നി നഗരത്തെ മുക്കിയ വെള്ളം ഒഴുകി മാറി തുടങ്ങിയതോടെ കോഴഞ്ചേരിയിലും ആറന്മുളയിലും വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയതും ജനജീവിതം ദുസ്സഹമാക്കി. താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് രാത്രിയിലും ഉയരുന്ന സാഹചര്യമുണ്ടായി. വെള്ളക്കെട്ട് കാരണം പ്രധാന പാതകളിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. വെള്ളം കയറിയതും അപകട ഭീഷണിയുള്ളതുമായ വീടുകളിൽ നിന്നും താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു എന്നത് നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും ആ സംഭവം വളരെയധികം വേദനാജനകമാണ്. അതേസമയം ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാൻ പോവുകയാണ്. അതായത് ഈ വെള്ളപ്പൊക്ക സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു വിരുന്നിന് പങ്കെടുത്തത് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു, വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇടത് എം പി എ റഹീം അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി. എന്താണ് റഹീം എം പിയുടെ ആരോപണം എന്ന് നമുക്ക് നോക്കാം. വിശദമായ ആ റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോകുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം എം പി. മഴക്കെടുതി നിലനിൽക്കെ യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ തങ്ങളുടെ വീട്ടിൽ സൗഹൃദ സന്ദർശനത്തിന് മുഖ്യമന്ത്രി എത്തിയതും അവിടുത്തെ വിരുന്നിന് പങ്കെടുത്തതുമൊക്കെ ഉന്നയിച്ചാണ് എ റഹീം എം പി മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത്.
മുഖ്യമന്ത്രി വിരുന്നിന് പങ്കെടുക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു റഹീം വിമർശിച്ചത്. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണെന്നും പിന്നെ ഉറപ്പുവരുത്തിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസം നേരിടുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ചെലവഴിച്ച നിമിഷങ്ങൾ തന്നെയാണെന്ന് ആയിരുന്നു ആ ഒരു വിരുന്ന് സൽക്കാരം എന്നാണ് റഹീം എം പി വ്യക്തമാക്കുന്നത്. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമുദ്രമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമയം ചെലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമുള്ളതാണ്. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും റഹീം എം പി ആവശ്യപ്പെട്ടു. എന്തായാലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ശക്തമാകുന്നത്. അതേസമയം റഹീം എം പിക്ക് രൂക്ഷമായ രീതിയിൽ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ചരിത്രവും സ്വന്തം പാർട്ടിയുടെ ദുരിതകാലവും മറന്നുകൊണ്ടാണ് റഹീം ഇപ്പോൾ വിശുദ്ധന്റെ വേഷമണിഞ്ഞ് സംസാരിക്കുന്നതെന്നായിരുന്നു ദുൽകിഫിലിന്റെ വിമർശനം. പാർട്ടി സെക്രട്ടറിയുടെ മൃതദേഹം സംസ്കരിച്ച് ആ മണ്ണിലെ പുക പോലും അടങ്ങുന്നതിന് മുൻപ് വിദേശത്തേക്ക് പറന്ന ചരിത്രമുള്ളവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ജാഗ്രതയെക്കുറിച്ചും സഹതാപത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും ദുൽകിഫിൽ കുറ്റപ്പെടുത്തി. അന്ന് കാണിക്കാത്ത ഏത് വിപ്ലവ ജാഗ്രതയാണ് ഇപ്പോൾ റഹീം ഉയർത്തിപ്പിടിക്കുന്നതെന്നും AKG സെന്ററിലെ പായക്കടിയിൽ ഒളിച്ച ചരിത്രമുള്ളവർ മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കേണ്ടതില്ല എന്നും ദുൽകിഫിലിന്റെ വിമർശനം. സ്വന്തം പാർട്ടി ഭരണത്തിലിരുന്നപ്പോൾ പാവപ്പെട്ടവരുടെ നികുതി പണം മുടിച്ച് പ്രമാണിമാർക്കായി കോടികളുടെ അത്താഴ വിരുന്ന് നടത്തിയത് വികസനമായും പാർട്ടി സെക്രട്ടറിയുടെ സംസ്കാര ചടങ്ങിനിടെ വിദേശത്ത് പോയത് അടിയന്തര ആവശ്യമായി ന്യായീകരിച്ചവരാണ് ഇപ്പോഴത്തെ വിമർശകർ. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ഒരു സൗഹൃദ സന്ദർശനം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം തിരയുന്നത് വൃത്തികെട്ട ഇരട്ടത്താപ്പാണ്. ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് പുച്ഛം മാത്രമാണുള്ളതെന്നും VP ദുൽകിഫിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും ആശയവിനിമയം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കും. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയുടെ അളവ് കുറഞ്ഞെങ്കിലും ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഈ ഒരു ദുരന്തത്തോടനുബന്ധിച്ച് നിർണായകമായ നിർദ്ദേശങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. കാലവർഷക്കെടുതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതുവരെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത്യന്തം വേദനാജനകമാണ്. വീടുകളും കൃഷിയും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട് ജനങ്ങൾ വലിയ ദുരിതത്തെ അഭിമുഖീകരിക്കുകയാണ്. റാന്നിയിൽ ഒറ്റ രാത്രി കൊണ്ട് 331 മില്ലിമീറ്ററിലധികം അതിതീവ്ര മഴ രേഖപ്പെടുത്തിയതും വയനാട്ടിലും ഇടുക്കിയിലും കോട്ടയത്തും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതും അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യമാണിതെന്ന താക്കീതാണ് നൽകുന്നത്. 2018-ലും 2019-ലും അതിതീവ്ര മഴയും മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയും കാരണം നിരവധി പ്രദേശങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെള്ളത്തിനടിയിലായ ദുരനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ദുരിതബാധിതരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടൽ നടത്തണം.
രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾക്ക് കാലതാമസമില്ലാത്ത നഷ്ടപരിഹാരം നൽകുകയും വേണം. അതോടൊപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മറ്റ് സർക്കാർ ഏജൻസികളും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദുരിത പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുകയും അധികാരികളുമായി സഹകരിച്ച് പരമാവധി സഹായം ഉറപ്പാക്കുകയും ചെയ്യണം. ഈ പ്രയാസകരമായ സാഹചര്യത്തെ നേരിടാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ജാഗ്രതയും ഐക്യദാർഢ്യവും കൊണ്ട് ഈ പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്.